റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്താൻ തീരുമാനം. അതോടെ റിപ്പോ നിരക്കുകൾ 5.25% മാറ്റമില്ലാതെ തുടരും. ഡിസംബറിലെ പണനയത്തിൽ RBI റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് കുറച്ചിരുന്നു. റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന ഹ്രസ്വകാല വായ്പകളുടെ പലിശ നിരക്കിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. റീപർച്ചേസ് എഗ്രിമെന്റ് അല്ലെങ്കിൽ റീപർച്ചേസ് ഓപ്ഷൻ എന്നതാണ് പൂർണ്ണരൂപം. റിപ്പോ നിരക്ക് 5.25% നിലനിർത്താൻ പാനൽ ഏകകണ്ഠമായി തീരുമാനിച്ചതായി RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. നേരത്തെ നിരക്ക് കുറയ്ക്കലിലൂടെ വളർച്ചയെ പിന്തുണയ്ക്കുന്ന നടപടികൾ നടപ്പിലാക്കിയിരുന്നു. ഒരു രാജ്യത്തിന്റെ കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് കടം കൊടുക്കുമ്പോൾ ഈടാക്കുന്ന നിരക്കാണ് റിപ്പോ നിരക്ക്. പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്കാണ്. RBI റിപ്പോ നിരക്ക് കുറയ്ക്കുമ്പോൾ ബാങ്കുകൾക്ക് കുറഞ്ഞ നിരക്കിൽ വായ്പകൾ ലഭിക്കും. ആനുകൂല്യം ഉപഭോക്താക്കൾക്കും ലഭിക്കും. റിപ്പോ നിരക്കുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ വായ്പകളും വില കുറഞ്ഞതാക്കുകയും EMI-കൾ കുറയ്ക്കുകയും ചെയ്യും. റിപ്പോ നിരക്ക് കുറയാത്തതോടെ ഹോം ലോൺ, കാർ ലോൺ, വ്യക്തിഗത വായ്പകൾ എന്നിവയുടെ EMI-യിൽ കുറവ് പ്രതീക്ഷിച്ചവർക്ക് നിരാശയാണ്. പല ബാങ്കുകളും നിലവിലെ പലിശ നിരക്കുകൾ തുടരും. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.